ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ബേസിക് സ്യൂയിങ് ടൂൾസ് പരിചയപ്പെടാം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലോ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു സിസറാണ്. അതായത് നമുക്ക് ഫാബ്രിക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാബ്രിക് കട്ടിങ് സിസറും അതുപോലെ തന്നെ നമ്മൾ പേപ്പർ പാറ്റേൺ ചെയ്യുകയാണെങ്കിൽ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഒരു സിസറും വേണം. ഒരിക്കലും നിങ്ങൾ ഫാബ്രിക് കട്ട് ചെയ്യുന്ന സിസർ കൊണ്ട് പേപ്പർ കട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ സിസർ ഏത് വാങ്ങണം എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. നമ്പർ 10 ആണ് ഏറ്റവും ബെസ്റ്റ്. അടുത്തതായിട്ട് വേണ്ടത് ഒരു മെഷറിങ് സ്കെയിലാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്കെയിൽ എടുക്കുക, അല്ലെങ്കിൽ വുഡൻ്റെ അവൈലബിൾ ആയിട്ടുണ്ടാവും ഷോപ്പുകളിൽ, അതും വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് സ്കെയിൽ ഉണ്ടല്ലോ, എൽ സ്കെയിൽ എന്ന് പറയും, ഇത് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് നെക്കൊക്കെ മാർക്ക് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി വേണ്ടത് മെഷറിങ് ടാപ്പാണ്. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. ഞാൻ ഇതുപോലത്തെ ഒന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. മെഷറിങ് ടാപ്പിൻ്റെ ഒരു സൈഡിൽ ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക, മറുപുറത്ത് സെൻറ്റിമീറ്റേഴ്സിലായിരിക്കും മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഇഞ്ച് വെച്ചിട്ടാണ് മെഷർമെൻറ്റ്സ് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫ്രഞ്ച് കേവാണ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ട ഒന്നാണ്. നമ്മുടെ ആം ഹോളൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് മസ്റ്റായിട്ടും വേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ചോക്കാണ്. ഈ ഒരു ചോക്ക് വെച്ചിട്ട് വേണം നിങ്ങൾ മെഷർമെൻറ്റ്സ് മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ആ മെഷർമെൻറ്റ്സിൻ്റെ മാർക്കൊക്കെ പോയിക്കൊള്ളും. ഇത് ഒത്തിരി കളേഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതുപോലൊരു ബോക്സ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കളർ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന സമയത്തും ഇത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഫാബ്രിക് ഏതാണോ യൂസ് ചെയ്യുന്നത് അതിന് കളർ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ത്രെഡുകളാണ് വേണ്ടത്. ഞാനിതുപോലെ ഒരു ബോക്സിലുള്ള ത്രെഡുകളാണ് വാങ്ങി വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പൈപ്പിംഗ് ത്രെഡാണ്. അത് നിങ്ങൾക്ക് ഒരു റോളായിട്ട് മാത്രമേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അങ്ങനെയൊന്ന് വാങ്ങിച്ച് വെക്കുക. ഇതുപോലെ നമുക്ക് നെക്കിലും സ്ലീവിലും ഒക്കെ പൈപ്പിംഗ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ. ഇനി നമുക്ക് വേണ്ടത് ഡ്രസ് പിന്നാണ്. ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് തെന്നി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ് പിന്ന് വെച്ചിട്ട് നമുക്ക് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ രണ്ട് മെറ്റീരിയൽസ് ഒരുമിച്ച് വെച്ച് തയ്ക്കുന്ന സമയത്ത് നമുക്കിത് വെച്ചിട്ട് സെക്യൂർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ക്യാൻവാസ് ആണ്. ഇത് നമുക്ക് നെക്കും സ്ലീവും ഒക്കെ തയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നെക്കിന് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. സ്ലീവിൽ നിങ്ങൾ ഡിസൈൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ട്രിമ്മറാണ്. ഇതിൻ്റെ യൂസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികമായിട്ട് വരുന്ന ത്രെഡൊക്കെ കട്ട് ചെയ്ത് മാറ്റാനാണ്. അടുത്ത വന്നിരിക്കുന്നത് സീം റിപ്പറാണ്. ഇത് നമുക്ക് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ച് ശരിയായില്ലെങ്കിലൊക്കെ സ്റ്റിച്ച് അഴിച്ച് മാറ്റേണ്ടി വരും. ആ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് വരുന്നത് ട്രേസിങ് വീലാണ്. ഇതിൻ്റെ യൂസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പേപ്പർ പാറ്റേൺ ആയിരിക്കും ആദ്യം കട്ട് ചെയ്യുക. അത് നമുക്ക് ഫാബ്രിക്കിലേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ്.